നമ്മുടെ മനസ്സ് മറന്നു പോകുന്നത് ഒരുപക്ഷെ ശരീരം ഓർത്തു വച്ചേക്കാം. ഈ ലോകത്ത് സ്പെയർ പാർട്സുകളില്ലാത്ത ഒരേയൊരു യന്ത്രം മനുഷ്യ ശരീരമാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ തരങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ യാത്ര തുടരുകയാണ്. വൃക്ക രോഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ഒരു 120 മുതൽ 140 ഗ്രാം വരെ തൂക്കം വരുന്ന 14 സെൻറ്റിമീറ്ററോളം നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും ഒരു 4 സെൻറ്റിമീറ്ററോളം തിക്നെസ്സുമുള്ള പയറുമണിയുടെ ഷേപ്പിലുള്ള അവയവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വൃക്ക രോഗങ്ങളെക്കുറിച്ചുമുള്ള ഇന്നത്തെ സ്റ്റെതസ്കോപ്പിൻ്റെ ട്രാവൽ ആരംഭിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രശസ്തനായ സീനിയറായിട്ടുള്ള നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രാജരത്നം കെ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം സ്റ്റെതസ്കോപ്പിൽ. നമസ്കാരം സാർ. സാർ, ഇത് വൃക്കകൾ എല്ലാവർക്കും വളരെ സുപരിചിതമായ അവയവമാണ്, കേട്ട് കേൾവിയുണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്ക് വൃക്കകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ, നമുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പറയാമോ? വൃക്കകൾ ശരീരത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ്. പ്രധാനമായും വൃക്കകളുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ പ്രോട്ടീൻ മെറ്റബോളിസം, അതിൻ്റെ എൻ പ്രോഡക്ട്സ്, പ്രോട്ടീനിലുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാംസ്യത്തിൻ്റെ എൻ പ്രോഡക്ട്സിനൊക്കെ പുറത്തേക്ക് വിസർജിച്ച് കളയുന്നതാണ് വൃക്കകളുടെ മെയിനായിട്ടുള്ളത് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് എന്ന് പറയും, വിസർജനം. പിന്നെ അതുകൂടാതെ ശരീരത്തിലെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സ്, ഇപ്പം ശരീരത്തിലെ വെള്ളത്തിൻ്റെ അനുപാതം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സോൾട്ടിൻ്റെ ഉപ്പ്, സോഡിയം, പൊട്ടാസ്യം, ലവണങ്ങളുടെ എല്ലാം ക്രമീകരണം നടത്തുന്നത് വൃക്കകളാണ്. കൂടാതെ ശരീരത്തിലെ അമ്ലങ്ങൾ, ലായനി, അങ്ങനെയുള്ള ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് വൃക്കകളാണ്. അതുകൂടാതെ തന്നെ കുറേയൊക്കെ ഹോർമോണൽ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹിമോഗ്ലോബിൻ, രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് അത് നിയന്ത്രിക്കുന്നതൊക്കെ എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കകളാണ്. പിന്നെ കാൽഷ്യം, മെറ്റബോളിസം, വൈറ്റമിൻ ഡി, ആക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ്, ഇതൊക്കെ ക്രമീകരിക്കുന്ന ഒക്കെ വൃക്കകൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നമുക്ക് 2 വൃക്കകളുണ്ടല്ലോ. ഈ 2 വൃക്കകളും ഒരേ സമയം പ്രവർത്തനം നടത്തുന്നുണ്ടോ, അതോ ഓരോ വൃക്കകളും അതിൻ്റെതായ പ്രാധാന്യത്തെ? എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ഈ വൃക്കദാനത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യനൊരു വൃക്ക മതി എന്നുള്ളത്. ഈ 2 വൃക്കകളുടെയും പ്രാധാന്യം ഒരേപോലെയാണോ എന്ന് പറയാം? 2 വൃക്കകളുടെ പ്രാധാന്യം ഒരേപോലെ തന്നെ. 2 ഒരേ സമയത്താണ്. ഇപ്പം കേട് വരികയാണെങ്കിൽ അധിക അസുഖങ്ങളും ബാധിക്കുക 2 വൃക്കകളും ഒരേപോലെ ബാധിക്കും. ചിലർ കേൾക്കും ഇതിൻ്റെ ഒരു വൃക്കയെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. മിക്കവാറും പ്രമേഹം പലതരത്തിലുള്ള രോഗങ്ങളും 2 വൃക്കകളും ഒരേപോലെ ബാധിക്കുന്നതാണ്. അല്ലാതെ ഒന്നിനെ മാത്രം ബാധിക്കുന്ന രോഗങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് കല്ല് വന്ന് തടസ്സം വരികയാണെങ്കിൽ ഒരു കിഡ്നിക്ക് മാത്രം, ഒരു വൃക്കക്ക് മാത്രം കേടുപാടുകൾ വരാം. അല്ലെങ്കിൽ പഴുപ്പ് വന്നിട്ട് ഒരു കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും. പക്ഷേ ഭൂരിഭാഗം രോഗങ്ങളും 2 വൃക്കകളെയും ഒരേപോലെ ബാധിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വൃക്കദാനം ചെയ്യുമ്പോൾ നോർമലായിട്ടുള്ള ഒരാൾക്ക് 2 വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്താലും നമുക്ക് കാര്യങ്ങളൊക്കെ, പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലേ? ഒരു വൃക്ക കൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഉദാഹരണത്തിന് ഒരു വൃക്ക നീക്കി കഴിഞ്ഞാൽ മറ്റേ ഒറ്റ വൃക്ക 2 വൃക്കയുടെ ജോലി ചെയ്യും. എന്തൊക്കെയാണ് വൃക്കകളുമായി ബന്ധപ്പെട്ട് നമ്മളെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും സാധാരണമായി കാണുന്ന അസുഖങ്ങൾ? ഏറ്റവും സാധാരണ ഇപ്പോഴും കാണുന്ന ഏറ്റവും അസുഖം ഈ വൃക്കകളെ ബാധിക്കുന്നത് വെച്ചാൽ പ്രമേയം കൊണ്ടുള്ള കേടുപാടുകളാണ്. ഒരു പ്രമേയ രോഗി പ്രമേയം വരുന്നതിന് മുമ്പേ വൃക്കകൾക്ക് നാശങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് അമിതവണ്ണം കൊണ്ട് ഇൻസുലിൻ എക്സസ് അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ സാധാരണ അതിൽ വൃക്കക്ക് സാധാരണ കേടുപാടുകൾ വരാൻ തുടങ്ങും. പിന്നെ പ്രമേയം വന്നു കഴിഞ്ഞാൽ പ്രമേയത്തിൻ്റെ ഫലമായിട്ടും വൃക്കകൾക്ക് സാധാരണയായി കേടുപാടുകൾ കൂടും. പ്രമേയം കൊണ്ട് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാക്കുന്ന സുക്കേട് വന്നിട്ട് അത് ക്രമേണ വൃക്കകളുടെ പ്രവർത്തനത്തിന് ബാധിക്കാം. പിന്നീട് ഡയാലിസിലോ അല്ലെങ്കിൽ മാറ്റിവെക്കലോ അവസാനിക്കുകയും ചെയ്യാം. മൂത്രസഞ്ചിയിൽ പുറത്തേക്ക്
പോകുന്ന അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ അതിൽ ന്യൂറോജനിക് ബ്ലാഡർ എന്നൊക്കെ പറയും. അതിൻ്റെ ഇതായിട്ട് ഇൻഫെക്ഷൻസ് വന്നിട്ടും ഡാമേജ് വരാം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ നിരവധിയായ വൃക്ക രോഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ചില വൃക്ക രോഗികളെ കണ്ടുകൊണ്ട് അവരുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരാം. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ 17.2% ആളുകൾ വൃക്കരോഗികളാണത്രേ. ഇത് ഏതാണ്ട് 78.5 ലക്ഷത്തോളം വരും. കഴിഞ്ഞ 15 വർഷക്കാലത്തിനിടയിൽ വൃക്കരോഗികളുടെ എണ്ണം നേർ ഇരട്ടിയായി എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. വൃക്കരോഗത്തെക്കുറിച്ച്, പ്രധാനമായും ക്രോണിക് റീനൽ ഫെയിലിയർ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജോയ് ആന്റണി. അദ്ദേഹം നെഫ്രോളജി വിഭാഗത്തിലെ പ്രൊഫസറാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് റീനൽ ഫെയിലിയർ? എന്തൊക്കെ തരം റീനൽ ഫെയിലിയറുകളുണ്ട് ഒന്ന് പറയാമോ? നമ്മളുടെ വൃക്കകളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പുറത്ത് കളയുക, അത് മൂത്രത്തിൽ കൂടെ പുറത്ത് കളയുന്നു. അന്നേരം അതിൻ്റെ പ്രവർത്തനം കുറയുന്നതിന്, അതായത് ശരീരത്തിലുള്ള വേസ്റ്റിനെ പുറത്ത് കളയുന്ന ആ ജോലി കിഡ്നി ചെയ്യാതിരിക്കുന്നതിനാണ് സാധാരണയായിട്ട് നമ്മൾ കിഡ്നി ഫെയിലിയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അന്നേരം അത് പലതരം കിഡ്നി ഫെയിലിയർ ഉണ്ട്. അന്നേരം പെട്ടെന്നുണ്ടാകുന്ന കിഡ്നി ഫെയിലിയർ ഉണ്ട്. അതായത് ഈ പാമ്പ് കടി, എലിപ്പനി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോഴത്തേനും രോഗികളുടെ വൃക്കകൾ പെട്ടെന്ന് തകരാറിലാകുന്നു. അത് മാറാൻ സാധ്യതയുള്ളതാണ്. അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. വേറെ ഒരു തരം കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് ഡയബറ്റിസ്, പ്രഷർ അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ട് വൃക്കകൾക്കുണ്ടാകുന്ന സ്ഥിരമായ തകരാറ്, അത് സാധാരണ പതുക്കെ ഉണ്ടായി വരുന്നതാണ്. പക്ഷേ അതിൻ്റെ വ്യത്യാസം അതൊരിക്കലും മാറുകയില്ല. അത് കുറേശ്ശെയായിട്ട് മോശമായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മോശമായി വൃക്കകളുടെ പ്രവർത്തനം ഒരു 10% താഴെയായി കഴിയുമ്പോൾ നമുക്ക് പകരം എന്തെങ്കിലും മാർഗത്തിൽ കൂടെ ഈ വൃക്കകളുടെ ജോലി ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ രോഗിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഏകദേശം ലാസ്റ്റ് സ്റ്റേജ്. അന്നേരം ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടെ കിഡ്നിയുടെ ജോലി നമ്മൾ പകരം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഈ 3 മാസത്തിലധിക കാലം നീണ്ടു നിൽക്കുന്ന റീനൽ ഫെയിലിയർ, ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്, ഈ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഭേദമാവും അല്ലേ? ആകണമെന്ന് നിർബന്ധമില്ല. അത് ചിലത് പിന്നെ അത് മോശമായി പിന്നെ അത് ക്രോണിക്കായി മാറാം. ക്രോണിക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ കേട്, അതായി മാറാം. പക്ഷേ അക്യൂട്ട് ആണെങ്കിൽ അത് മാറാനുള്ള സാധ്യതയുണ്ട്, മറ്റേതിന് മാറാൻ സാധ്യതയില്ല. അതിങ്ങനെ ജീവിതകാലം മുഴുവൻ തുടർന്ന് അത് മാറുകയല്ല. നേരം നമ്മൾ അതിന് ക്രോണിക് റീനൽ ഫെയിലിയറിന് നമ്മൾ ചികിത്സ കൊടുക്കുന്നത് ഉള്ള പ്രവർത്തനം മോശമാകാതെ നോക്കാൻ. പറഞ്ഞില്ല, കിഡ്നി കേടായ ഉടനെ രോഗിയെ ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട. അതിൻ്റെ പ്രവർത്തനം വളരെ മോശമാകുമ്പോൾ മാത്രം മതി. അന്നേരം ആ അവസ്ഥയിലോട്ട് പേഷ്യൻ്റ് എത്തുന്ന സമയം നമ്മൾ നീട്ടിയെടുക്കാൻ വേണ്ടിയാണ് മരുന്നൊക്കെ കൊടുക്കുന്നത്. മരുന്നൊക്കെ കൊടുത്ത് ഡയാലിസിസിൽ എത്തുന്നതിനുള്ള കാലാവധി നീട്ടിയെടുക്കുക. അന്നേരം കുറേ കാലം മരുന്ന് കൊണ്ട് അവർ ജീവിക്കും. അതിനുശേഷം പൂർണ്ണമായിട്ട് അത് പോയി കഴിയുമ്പം പിന്നെ ഡയാലിസിസ് അല്ലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു രോഗിയുടെ സാന്നിധ്യത്തിൽ തന്നെ അല്ലെ, ചികിത്സ എടുക്കുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഈ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം. ഇത് നമ്മുടെ പേഷ്യൻ്റ് ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2006 മുതൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ കാണുന്നുണ്ടായിരുന്നു. അന്നേരം അങ്ങേര് ഡയബറ്റിക്കാണ്, പിന്നെ പ്രഷറും ഉണ്ട്. അതുകൊണ്ട് കിഡ്നികൾക്ക് സ്ഥിരമായിട്ടുള്ള തകരാറ് വന്നാണ്. ഞാൻ ഗൾഫിലായിരുന്നു. എന്താണ് ആദ്യ അസുഖം ഉണ്ടായത്? കിഡ്നിക്കൊരു അസുഖം വരുന്നതിന് മുമ്പേ വേറെ വല്ല അസുഖം ഉണ്ടായിരുന്നു? വേറെ പനി വരും, പിന്നെ പെട്ടെന്ന് ക്ഷീണം വരും. അങ്ങനെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. 4 വർഷം മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ
പോയി പിന്നെ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ല, ഈ ഷുഗർ പ്രഷർ പോലെയുള്ള അസുഖങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ അങ്ങനെ വല്ല ഉണ്ടായിരുന്നു? ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷറും ചോറും രണ്ടും ഉണ്ടായിരുന്നു. മെയിൻലി എനിക്ക് തോന്നുന്നു ഡോക്ടർ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആണ് അല്ലേ ഈ വൃക്കരോഗങ്ങളുടെ ഒരു പ്രധാന കാരണം? ഇവിടെ വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു ദിവസം 100ഓളം പേഷ്യൻ്റ് വരുന്നുണ്ട് ഡയാലിസിസ് ചെയ്യാനായിട്ട്. അന്നേരം അതിലെ ഒരു 80% പേരും ഡയബറ്റിക്കാണ്. എനിക്ക് തോന്നുന്നത് ഡയബറ്റീസ് തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് സ്ഥിരമായിട്ട്. അത് ഈ കൃത്യമായ നിയന്ത്രണ വിധേയമായ ഡയബറ്റീസിന് ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ലല്ലോ അല്ലേ? അതോ അൺട്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലും അത് തന്നെയാണ്. ഇപ്പം ഡയബറ്റീസിന് കിഡ്നി ഫെയിലിയർ വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത അന്നേരം തൊട്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നല്ല വെൽ കൺട്രോൾഡായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞുള്ളൂ. ഒരിക്കൽ കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മോശമാകുന്നത് തടയാനേ പറ്റുള്ളൂ. കേടായതിനെ പിന്നെ നന്നാക്കാൻ പറ്റിയല്ലോ. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുക, ജീവിതകാലം മുഴുവൻ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടായത്? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ആരോഗ്യ വിഷമതകൾ എന്ന് പറയുന്നത്? ആദ്യം അങ്ങേർക്ക് ഉണ്ടായിരുന്നത് സാധാരണയായിട്ട് ഈ കിഡ്നി ഈ ഡയബറ്റിക് പേഷ്യൻ്റ് ആകുമ്പോഴത്തേനും അവരുടെ കിഡ്നിയെ ബാധിച്ച് തുടങ്ങിയെന്ന് നമുക്ക് എപ്പോഴും സംശയം വരുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷേ അത് അത്ര പ്രാവർത്തികമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരുമല്ല. സാധാരണയായിട്ട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നത് കിഡ്നി ഫെയിലിയർ ആയി കഴിയുമ്പോഴാണ്. അന്നേരം കിഡ്നി ഫെയിലിയറിൻ്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളെന്ന് പറയുന്നത് വിശപ്പില്ലായ്മ, അങ്ങനത്തെ വയറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പിന്നെ ഡയബറ്റിക് ആൾക്കാർക്കൊക്കെ പൊതുവെ കാലിന് നീര് കാണും, മുഖത്ത് നീര് കാണും, മൂത്രത്തിന് നൊരയും പതയും വരുന്നത് കാണും പെർസിസ്റ്റൻ്റായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സാധാരണ ഇവർ വരുന്നത്. പിന്നെ അതൊരു എനിക്കത് കുറച്ചും കൂടി ഒരു ഇൻറ്റൻസ് ആകുമ്പോഴേക്കും ഈ ശ്വാസം മുട്ടൽ അതുപോലത്തെ കാലിലൊക്കെ നീര് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. കിഡ്നി ഫെയിലിയർ മോശമായി വരുമ്പം അവർക്ക് ഈ കിഡ്നി ഫെയിലിയറിൻ്റെ ജീവൻ അപകടമുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങും. അതാണ് ശ്വാസം മുട്ടൽ. നെഞ്ചിൽ വെള്ളം കെട്ടുന്നത് കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവുക. അത് കഴിഞ്ഞ് രോഗം ഈ പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻ വളരെ മോശമായി കഴിയുമ്പം അവർക്ക് ഛർദ്ദിക്കാൻ വരിക, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. മൂത്രം ആവശ്യത്തിന് പോകുന്നില്ലെങ്കിൽ കാലിന് നീര് വരും. അന്നേരം അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടൽ വരും. അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണ കുറേ അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ആദ്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടായത്? കാലുനീരുണ്ടായിരുന്നു, വിശപ്പില്ലായ്മ ഉണ്ടായിരുന്നു, ഭക്ഷണം വേണ്ട, ഛർദി, ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പം തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ എനിക്കൊന്നത് റീനൽ ഫെയിലിയറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലേ? സാധാരണ നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് നോക്കുന്നത്. കിഡ്നിയുടെ പ്രവർത്തനം അറിയുന്നതിന് യൂറിയയും ക്രിയാറ്റിനും, അതിനകത്ത് കൂടുതൽ റിലയബിൾ ക്രിയാറ്റിനിൻ തന്നെയാണ്. ക്രിയാറ്റിനിൻ നമ്മുടെ ശരീരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു വസ്തു തന്നെയാണ്. അത് കിഡ്നി പ്രവർത്തിക്കാതിരിക്കും, കിഡ്നിക്കകത്തോടെ അത് പോകേണ്ടത്. കിഡ്നി പ്രവർത്തിക്കാതിരിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും, മൂത്രത്തിൽ കൂടെ അത് പോവുകയില്ല. അന്നേരം ഇതിൻ്റെ അളവ് കൂടി വരും. അന്നേരം ബ്ലഡിനകത്ത് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഒരു നോർമലായിട്ട് ബ്ലഡിൽ ഉണ്ടാവുന്ന ഒരു വസ്തു തന്നെയാണ്, ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അതിനൊരു നോർമൽ ലെവലുണ്ട് അല്ലേ? അതിൻ്റെ ഒരു നോർമൽ റേഞ്ചും അത് എത്രത്തോളം വേരിയേഷൻ വരാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? നോർമലി അതിൻ്റെ ലെവല് 0.8 to 1.2 മില്ലിഗ്രാം വരെയാണ് അതിൻ്റെ ലെവല്. അതിന് മുകളിൽ ആയി കഴിയുമ്പോഴത്തേനാണ് സാധാരണ നമ്മൾ, അതായത് ഇത് കിഡ്നിക്കകത്തോടെ പോകേണ്ട ഒരു സാധനം പോകാതിരിക്കുമ്പം അതിൻ്റെ ലെവൽ ബ്ലഡിനകത്ത് കൂടി വരും. അന്നേരം അതിൻ്റെ അർത്ഥം കിഡ്നി പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഏത് ലെവലൊക്കെ വരുമ്പോഴാണ് ഡോക്ടർ സാധാരണ ഈ ഡയാലിസിസിലേക്കൊക്കെ പോകുന്നത്? നമ്മുടെ ഐഡിയൽ സിറ്റുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് ക്രിയാറ്റിനിൻ 6 കൂടുതലും അല്ലാത്ത പേഷ്യൻറ്റിന് 8 കൂടുതലും വരുമ്പോഴത്തേനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇതുള്ളവർക്ക് ഡയാലിസിസ് ചെയ്യുന്നത്. നമുക്ക് 1-2 കേസുകൾ കൂടി കാണാം. കുട്ടികളെ പോലെയുള്ള ചില രോഗികളിൽ നമ്മൾ കാണുന്ന ഈ വൃക്കരോഗങ്ങളുടെ മറ്റു കാരണങ്ങൾ കൂടി ഒന്ന് സംസാരിക്കാം.
ഒന്ന് ചെറിയ കുട്ടികൾക്ക് വരുവാണെങ്കിൽ സാധാരണ ജന്മനാ തന്നെയുള്ള വളരെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാകാം. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ സ്വയം ചികിത്സകൾ കൊണ്ട് വരുന്ന വളരെയധികം രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും വേദന സംഹാരികൾ അങ്ങനത്തെയൊക്കെ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ച് അതുകൊണ്ട് തന്നെ കിഡ്നി ഫെയിലർ ഉണ്ടാകാം. അങ്ങനെയുള്ള വളരെയധികം പേഷ്യൻസ് ഉണ്ട്. പിന്നെ ഇതല്ലാത്തതുകൊണ്ട് വേറെ ചില ഇതുണ്ട്, ഈ ഒറ്റമൂലികളെന്നൊക്കെ പറഞ്ഞ് നാട്ടു ചികിത്സകൾ. അവർ ഈ സൈഡ് എഫക്ട്സ് ഒന്നും നോക്കാതെ അവർ രോഗത്തിനെ കുറിച്ച് മാത്രം നോക്കി കൊടുക്കുന്ന ചികിത്സകളുണ്ട്. ഒരു സാധാരണ ഒരു നല്ല എക്സാമ്പിളാണ് ഈ ഡയബറ്റീസിൻ്റെ ചികിത്സ. ഇപ്പം ഷുഗർ ഉള്ളവർക്ക് കിഡ്നി ഫെയിലിയർ വന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ അവരുടെ ബ്ലഡ് ഷുഗർ താഴുമ്പോഴാണ് സംശയിക്കുന്നത്. അന്നേരം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു വരും. അന്നേരം ഈ ചില ഒറ്റമൂലി ചികിത്സയുണ്ട്, അത് കൊടുത്തു കഴിയുമ്പം പേഷ്യൻ്റെ കിഡ്നി കേടായി പോകും, പക്ഷേ അവരുടെ ബ്ലഡ് ഷുഗർ താഴും. അവർ ഷുഗർ മാത്രം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം കിഡ്നി പോയ കാര്യം അവരറിയില്ല. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഒത്തിരി മോശമായി കഴിയുമ്പോഴേ അറിയുള്ളൂ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം അടിവരയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അശാസ്ത്രീയമായ ഏത് ചികിത്സയും ആദ്യം ബാധിക്കുന്ന ഒരു അവയവം നമ്മുടെ വൃക്കയാണ്. പ്രത്യേകിച്ചും നമ്മൾ സ്വയം ചികിത്സ, മരുന്ന് ഷാപ്പുകളിൽ പോയി വേദന സംഹാരികൾ, ഈ ഇബുപ്രൂഫൻ പോലെയുള്ള ഗുളികകൾ വാങ്ങിക്കഴിക്കുക, പിന്നെ ഒറ്റമൂലികൾ പോലെയുള്ള അശാസ്ത്രീയമായ മറ്റു പല മരുന്നുകളും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ഘട്ടത്തിൽ വൃക്ക പൂർണ്ണമായും കേടായതിനു ശേഷം മാത്രമേ നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ ഇനി അങ്ങോട്ട് ഈ വൃക്കയുടെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ കേവലമായ ഒരു വേദന സംഹാരികൾ കഴിക്കുമ്പോൾ നമ്മളിത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്ന് കൂടി ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. എനിക്കത് മോളുടെ കേസ് പറഞ്ഞുകൊണ്ട് ബാക്കി നമുക്ക് തുടരാം അല്ലേ? മോക്ക് ഉണ്ടായ അസുഖം എന്ന് പറയുന്നത് SLE എന്ന് പറയുന്ന രോഗമാണ്. ഈ പല അവയവങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ജോയിൻ പെയിൻ, പിന്നെ ദേഹത്തൊക്കെ റാഷ് വരും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഏത് അവയവത്തിനെ വേണേലും ബാധിക്കാവുന്ന ഒരു അസുഖമാണത്. അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടായതാണ് മോക്ക്. അങ്ങനെ ആദ്യം ട്രീറ്റ്മെൻറ്റിനൊക്കെ കുറച്ച് റെസ്പോണ്ട് ചെയ്തു, കുറേ നാൾ മരുന്ന് കൊണ്ടൊക്കെ പോയി. അതിനുശേഷം കിഡ്നി ഫെയിലിയർ വളരെ മോശമായി കഴിഞ്ഞപ്പോൾ നമ്മളതിന് ഡയാലിസിസ് തുടങ്ങേണ്ടതായിട്ട് വന്നു. ഇപ്പം അതുകൊണ്ട് ഡയാലിസിസിലാണ്. എത്ര നാളായി ഡയാലിസിസ് തുടങ്ങിയത്? 2 വർഷമായി. മോള് ആദ്യം എന്ത് ബുദ്ധിമുട്ടുണ്ടായേ? ആദ്യം മുഖത്ത് ഇങ്ങനെ ഒരു ചുവപ്പ് തുടിപ്പ്, പിന്നെ നീരുണ്ടായിരുന്നു, വയറ്റിൻ്റെ ഇവിടെ നീരുണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞു എല്ലാ അവയവങ്ങളിലും നീരുണ്ട്. പിന്നെ പറഞ്ഞു കോഴിക്കോട് കൊണ്ടുപോയി കാണിക്കാൻ. അവിടുന്ന് കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് അവിടുന്ന് ഒന്നും പറ്റിയില്ല. ഒന്നും എന്താ പറയുക, റിസൾട്ടൊന്നും അറിഞ്ഞിട്ട് രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ബോംബെയിലും ബാംഗ്ലൂരും അയച്ചു. പറഞ്ഞ് SLE എന്ന് പറഞ്ഞ രോഗമാണ്, അങ്ങനെ നീരൊക്കെ വരും, പിന്നെ സ്റ്റിറോയിഡാണ് ഇതിന് മരുന്നൊക്കെ, അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഈ സാറ് പറഞ്ഞ പോലെ ശരീരത്തിൽ തടിച്ച പാടുകളൊക്കെ ഉണ്ടായിരുന്നോ? സന്ധികളിൽ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. SLE എന്ന് പറയുന്ന അസുഖം എനിക്കൊന്ന് അത് ഭൂരിഭാഗം കേസുകളിലും ഈ റീനൽ ഫെയിലിയറിലേക്ക് പോകാറുണ്ട് അല്ലേ? SLE വളരെ കോമൺ ആയിട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ഒരുവിധം നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, അതിനെക്കാട്ടിലും ഒരുവിധം നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്കിവിടെ SLE കൊണ്ട് റീനൽ ഫെയിലിയർ ഉള്ളവർ കുറവാണ്. നമുക്കല്ലാതെ ഇഷ്ടംപോലെ പേഷ്യൻസ് SLE ഉള്ളവരുണ്ടെങ്കിലും. മോളുടെ ഏത് സ്റ്റേജിലാണ് നമ്മളിവിടെ ചികിത്സ ആരംഭിച്ചത്? ഇവിടെ വന്നപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് കൊച്ചിനെ കാണുന്നത് ICU വെച്ചിട്ടാണ്. അന്ന് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്, അന്ന് ന്യൂമോണിയയായിട്ട് വന്നതാണ്. ന്യൂമോണിയയായിട്ട് വന്നു. അന്ന് നല്ല കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഡയാലിസിസ് തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? വന്ന ഉടനെ തന്നെ തുടങ്ങി. നല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് പിന്നെ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എത്ര നാൾ കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം. ഞാൻ കേട്ടത് മോള് നല്ലൊരു ഡാൻസറും ഒരു ചിത്രകാരിയൊക്കെയാണെന്നാണ് അല്ലേ? ഡാൻസ് ചെയ്യോ? എന്തൊക്കെ ഡാൻസാ ചെയ്യുന്നത്? ഭരതനാട്യം, കുച്ചിപ്പുടി, സിനിമാറ്റിക്. ഈ അസുഖം വന്ന് ചികിത്സ എടുത്തതിന് ശേഷം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എന്റെ ആൽബം ഉണ്ട്. അതെ അല്ലേ? എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കാണാൻ വേണ്ടി ചന്ദന വരച്ചൊരു ചിത്രം, മോള് വരച്ച ചിത്രമാണ്. ഈ 2 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു വൃക്കരോഗി എന്നുള്ള രീതിയിൽ ആളെ തളർന്നു നിൽക്കുന്ന മാനസികാവസ്ഥയായിട്ടല്ല ഈ കുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്.
ധീരതയോടെ അസുഖത്തിനെ നേരിട്ട് ചികിത്സിച്ച് അതിനെ നിയന്ത്രിച്ച് വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു മാതൃകയും പാഠമൊക്കെ ആവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. ലോകത്താകമാനം ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം വളരെ വലുതാണ്. അമേരിക്കയിൽ മാത്രം 10 ലക്ഷത്തിലധികം പേരാണ് സ്ഥിരമായി ഡയാലിസിസ് ചെയ്യപ്പെടുന്നത് എന്ന് കണക്കുകൾ കാണിക്കുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെ ഏതാണ്ട് 300-ലധികം രോഗികൾ, പ്രതിദിനം 100-ലധികം രോഗികൾ ഡയാലിസിസ് ചെയ്യപ്പെടുന്നവരുണ്ട്. ഇന്ന് നമ്മൾ ഡയാലിസിസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ രാജേഷ് പി കെ, ഇവിടുത്തെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമസ്കാരം ഡോക്ടർ. ഡയാലിസിസ്, എനിക്കൊന്ന് ഡയാലിസിസ് എന്ന ഗ്രീക്ക് വേർഡിൽ അതിൻ്റെ അർത്ഥം സ്പ്ലിറ്റ് അപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നാണ്. എന്താണ് ശരിക്കും ഡയാലിസിസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡയാലിസിസിന് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയാമോ? നമ്മൾക്ക് അറിയാവുന്ന ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഹീമോഡയാലിസിസ് ആണ്, രക്തം ശുദ്ധീകരിക്കുന്ന ഈ പ്രക്രിയ. ഡയാലിസിസ് 2 വിധത്തിലുണ്ട്. ഹീമോഡയാലിസിസും ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസും ഉണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് വയറ് വഴി ഡയാലിസിസ് ഫ്ലൂയിഡ് ഇട്ടിട്ടുള്ള ഡയാലിസിസ് പ്രൊസീജിയറാണ്. അതിൽ രക്തം ഇൻവോൾവ് അല്ല. ഈ രക്തം ശുദ്ധീകരിക്കുന്ന ഈ പ്രൊസീജിയറാണ് ഹീമോഡയാലിസിസ്. അതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് ഈ ഹീമോഡയാലിസിസിലാണ്. ഈ കേസിൽ ഈ രോഗിക്ക് നമ്മൾ ഇപ്പോൾ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത് ഹീമോഡയാലിസിസ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ രക്തം ഒരു ആക്സസ് വഴി നമ്മൾ പുറമേക്ക് എടുക്കുക, ശരീരത്തിന് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ആക്കി തിരിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു രക്തം പുറത്തേക്ക് എടുക്കാൻ നമുക്കൊരു ആക്സസ് വേണം. അത് ഈ കേസിൽ ദിസ് ഇസ് ഒരു ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല എന്ന് പറയും. അതാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ധമനിയും സിരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നാണ് നമ്മൾ രക്തം. ഇതിലൂടെ രോഗിയുടെ ശരീരത്തിൽ എടുത്ത രക്തം ഇതുവഴി പമ്പ് വഴി സർക്കുലേറ്റ് ചെയ്ത് എത്തുന്ന ഇതാണ് ഫിൽട്ടർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി. ഇതിലൂടെ ഈ താഴെ കാണുന്ന ഈ 2 ബാഗിലാണ് ആസിഡ് സൊല്യൂഷനും ബൈകാർബ് സൊല്യൂഷനും. ഈ മെഷീൻ ഇതൊരു പ്രത്യേക പ്രൊപ്പോർഷൻ മിക്സ് ചെയ്തിട്ട് ഡയാലിസേറ്റ് ആയിട്ട് ഈ പോർട്ടിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാസ് ചെയ്യും. അപ്പോൾ രക്തം ഈ ഡയറക്ഷനിലും ഡയാലിസേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പാസ് ചെയ്യുമ്പോൾ അത് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ്, ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഇതുവഴി പുറത്തേക്ക് പോകും. ശുദ്ധീകരിച്ച രക്തം തിരിച്ച് നമ്മൾ അടുത്ത ലൈനിലൂടെ തിരിച്ച് രോഗിയുടെ ശരീരത്തിലോട്ട് തിരിച്ച് കടത്തിവിടും. ഇതാണ് ഇൻ ഷോർട്ട് ഡയാലിസിസ് പ്രൊസീജിയർ. ഈ ഒരു സെമി പെർമിയബിൾ മെമ്പറിന്റെ ഇടയിലൂടെയാണ് ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ഉള്ളിൽ സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ട്, മൾട്ടിപ്പിൾ പോർസ് ഹോട്ടകളുള്ള മെമ്പറൈൻ ഉണ്ട്. അതിലൂടെയാണ് ഈ എക്സ്ചേഞ്ച് പ്രൊസീജിയർ നടക്കുന്നത്. ഡിഫ്യൂഷൻ നടക്കും അല്ലെ, കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള അതായത് വിസർജ്യ വസ്തുക്കൾ കൂടുതൽ ചേമ്പറിൽ നിന്ന് കൂടുതൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് യൂറിയയും എല്ലാം മൂവ്. ഇത് ഡോക്ടർ, ഇപ്പൊ ഈ പേഷ്യന്റിന്റെ കാര്യത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ ഇദ്ദേഹത്തിന് റീനൽ ഫെയിലർ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? രാജേട്ടൻ 4 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ BP ആയിരുന്നു അല്ലേ? BP ഉണ്ടായി, ക്ഷീണമായി. അത് ഇത് അസുഖം വന്നിട്ട് ആദ്യമായിട്ട് എന്ത് ഈ പ്രഷർ കൂടി അല്ലെങ്കിൽ ക്ഷീണം വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നേരെ തന്നെ കിഡ്നിക്ക് കുഴപ്പമുണ്ടെന്ന് പറയുകയാണോ ചെയ്തത്, അല്ല വേറെ സ്വയം വല്ല ചികിത്സ എടുത്തിരുന്നോ? ഇല്ല, പിന്നെ ആദ്യം തന്നെ ക്ഷീണം വന്നു, പിന്നെ ഡോക്ടർ കാണിച്ചിട്ട് പിന്നെ മരുന്ന് കഴിക്കണോ ചെയ്തത്, അതോ ആ മരുന്ന് കഴിച്ചു? ആദ്യം തന്നെ കഴിച്ചു, അല്ലാതെ ഈ ഡയാലിസിസിലേക്ക് ആദ്യം പോയില്ല? ഇല്ല, ചികിത്സയിൽ ഒരു 3-4 വർഷം ചികിത്സയിലെ മരുന്നിൽ തന്നെ പോയി. അതിനുശേഷം ഇപ്പം ഡയാലിസിസിലേക്ക് പോകുന്നത്. ആദ്യം ഈ ക്രിയാറ്റിനിൻ ലെവൽ എത്ര ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ? ആദ്യം 2.5 അത്ര ഉണ്ടായിരുന്നു. പിന്നെ അത് ഏതൊരു ഘട്ടത്തിലാണ് പിന്നെ 4 വർഷം കഴിഞ്ഞതിന് ശേഷം കൂടി വന്നു. അതെ അല്ലേ. ഇപ്പൊ ഹീമോഡയാലിസിസ് ആണ് ഇദ്ദേഹത്തിന് ചെയ്യുന്നത്, റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലേ? ആഴ്ചയില് 2 തവണ. കൃത്യമായി പറഞ്ഞാൽ ആഴ്ചയിൽ 3 തവണയെങ്കിലും ശാസ്ത്രീയമായിട്ട് വേണം. നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ രോഗികൾ ആഴ്ച 2 തവണ ചെയ്യുന്നവരുണ്ട്. 2 തവണ ചെയ്തിട്ടും ഇൻ ജനറൽ സ്റ്റേബിൾ ആണെങ്കിൽ അവർ അതിൽ കണ്ടിന്യൂ ആവുന്നതാണ്. ഹീമോഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡയാലിസിസിന്റെ മറ്റൊരു ഡീറ്റെയിൽസിലേക്ക് കൂടെ പോകാൻ തോന്നുന്നു. ഇതിൽ ഈ ഒരു പമ്പിലൂടെ നമ്മൾ ഹെപ്പാരിൻ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും. അതായത് ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇതിനുള്ള രക്തം കട്ടയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ കൊടുക്കും. രണ്ടാമത് ഈ മെഷീനിൽ നമുക്ക് ചെയ്യാവുന്ന സെറ്റിങ്സ്, നമുക്ക് എത്ര
നീര് കുറയ്ക്കണം, വെയിറ്റ് എത്ര കുറയ്ക്കണം എന്നുള്ളത്, ഒരു സെഷനിൽ എത്രത്തോളം ഫ്ലൂയിഡ് റിമൂവ് ചെയ്യണം എന്നുള്ളത് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഹീമോഡയാലിസിസ് പോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു പെരിറ്റോണിയൽ ഡയാലിസിസും ചെയ്യുന്നു. ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഈ ഹീമോഡയാലിസിസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആഴ്ചയിൽ 3 ദിവസം രോഗി ആശുപത്രി വരുന്നു, ഫിസ്റ്റ്ല വഴി നമ്മൾ ട്രിക്ക് ചെയ്ത് ബ്ലഡ് എടുത്ത് മെഷീനിലൂടെ കറക്കി ക്ലീനാക്കി തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗി വളരെ കംഫർട്ടബിളായിട്ട് വീട്ടിലെ അന്തരീക്ഷത്തിൽ സ്വയം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആളുകൾക്ക് മുഴുവൻ അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം ഈ ഡയാലിസിസിന്റെ ചികിത്സ ചെലവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് ഒരു ആവറേജ് ഒരു നമ്മളിപ്പോൾ ഒരു സൗജന്യ ചികിത്സ അല്ലാത്ത മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എത്ര രൂപ ചെലവ് വരും ഒരു ഡയാലിസിസ് ഒരു തവണ ചെയ്യാൻ? ഒരു റേഞ്ച് പറയാമോ? നമ്മുടെ ഒരു 700 to 1000 റുപ്പീസാണ് ഇൻ ജനറൽ എല്ലാ സെൻറ്റേഴ്സിലുള്ള ചാർജ് ഹീമോഡയാലിസിസ് ഒരു സെഷന്. അപ്പോൾ ഒരു മാസത്തേക്ക് അറൗണ്ട് 10,000 റുപ്പീസാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് ആകുമ്പോൾ അറൗണ്ട് 15,000 റുപ്പീസ് എക്സ്പെൻസ് വരുന്നുണ്ട്. ശ്രദ്ധാപൂർവമായ ഒത്തുതീർപ്പുകളുടെ ഒരു ഭണ്ഡാകാരമാണ് മനുഷ്യ ശരീരം. ഒത്തുതീർപ്പുകൾ ലംഘിക്കപ്പെടാതിരിക്കട്ടെ. ആരോഗ്യകരമായ ഒരു ജീവിതയാത്ര തുടരുവാൻ നമുക്കാവട്ടെ. ഇന്നത്തെ ആരോഗ്യയാത്ര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.